കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓസ്ട്രേലിയൻ സെൻട്രൽ ഫോർവേഡായ ജോഷുവ സൊട്ടീരിയോക്ക് പരിക്കേറ്റതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എസ്.ഡി കറോളിസ് കിങ്സ് തീരുമാനങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഏറ്റവും ഒടുവിലെ ചില റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗനൈനൻ സ്ട്രൈക്കറായ ക്വാമെ പെപ്രയെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ പഞ്ചാബ് എഫ്.സിക്ക് വിട്ടു നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ ഈ ഒരു ഡീൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട്. ജോഷുവ സൊട്ടീരിയോക്ക് പരിക്കേറ്റതോടെ ക്വാമെ പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ ക്വാമെ പെപ്ര, ജോഷുവ സൊട്ടീരിയോ എന്നിവരിൽ ഒരാൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സിൽ തുടരൂ എന്നുള്ളത് കൺഫേം ആയൊരു കാര്യമായിരുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും 2 വിദേശ സൈനികൾ കൂടി ബാക്കിയുണ്ട്. ഒന്ന് സ്ട്രൈക്കർ പൊസിഷനിലേക്ക് തന്നെ ആയിരിക്കും. എന്തായാലും ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന മറ്റൊരു റൂമർ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഓസ്ട്രേലിയൻ സ്ട്രൈക്കറായ ഡിയാൻ ജോർജിച്ചുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിലൊക്കെ തന്നെയും സൂചിപ്പിച്ചിട്ടുള്ളത്. താരത്തെ പറ്റി പറയുകയാണെങ്കിൽ നിരവധി രാജ്യങ്ങളിൽ പന്ത് തട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന്. ടാൻസാനിയ, സെർബിയ, കസാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം പന്ത് തട്ടിയിട്ടുണ്ട്. എന്നാലും ഈ ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരും.